എല്ലാവർക്കും PSC ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ SCRTയുടെ സോഷ്യൽ സയൻസിൻ്റെ 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. നവോത്ഥാന നായകന്മാരും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അത് നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് APJ അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥയിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു മുസ്ലിമാണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണൂലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായി ഇരുന്നിരുന്നത്. ഹൈന്ദവ പുരോഹിതൻ്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല. അപ്പോൾ അന്നത്തെ ജാതി വ്യവസ്ഥയുടെ പ്രാധാന്യം, ഹൈന്ദവരും മുസ്ലിമും തമ്മിൽ ഒരു വ്യത്യാസം കണ്ടിരുന്ന അത്രയും വിവരമുള്ള ഒരു അധ്യാപകൻ്റെ കാര്യമാണ് അബ്ദുൽ കലാം ഇവിടെ പറയുന്നത്. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ് അഗ്നിച്ചിറകുകൾ, വിങ്സ് ഓഫ് ഫയർ. APJ അബ്ദുൽ കലാം ജനിച്ചത് രാമേശ്വരത്താണ്, തമിഴ്നാട്ടിലെ രാമേശ്വരം. 1931 ഒക്ടോബർ 15 ജനിച്ചത്. അപ്പോൾ SCRTയിലുള്ള ഇങ്ങനെയുള്ള വർഷങ്ങളൊക്കെ പഠിച്ചു വെക്കണം. നേരെ ചോദിച്ചാലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. SCRTയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. അപ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലവും ഇതിനു മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്, രാമേശ്വരമാണ്. തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം, മാർജിനലൈസേഷൻ. അരികുവൽക്കരണം നടക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? പ്രകൃതി ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കടൽക്ഷോഭം മുതലായവ. അപ്പോൾ ഇതൊക്കെ വരുമ്പം ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്നു, ചില വിഭാഗങ്ങളെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. അതൊക്കെയാണ് ഈ അരികുവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ, യുദ്ധം, അപകടങ്ങൾ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ മുതലായവ. അപ്പോൾ അവിടെയും അരികുവൽക്കരണം നടക്കുന്നുണ്ട്. മൂന്നാമത്തേത് ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കൽ. ഉദാഹരണം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കൽ. അപ്പോൾ അവിടെ ഒരു ഉദാഹരണം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലൊക്കെ കൂടുതലായും കണ്ടുവരുന്നത് ഈ മൂന്നാമത്തെ എക്സാമ്പിളാണ്. ജാതി, മത, ഗോത്ര, ലിംഗ പദവികളിലുണ്ടാകുന്ന വ്യത്യാസമാണ് കൂടുതലായും കണ്ടുവരുന്നത്. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? സ്ത്രീകൾ, ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്രവിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ തുടങ്ങിയവർ. അപ്പോൾ ഇവിടെയൊക്കെ ഈ സാഹചര്യങ്ങളിലൊക്കെ അരികുവൽക്കരണം നടക്കുന്നുണ്ട്. അടുത്തതായിട്ട് വിദ്യാഭ്യാസവും കേരള നവോത്ഥാനവും. കേരള നവോത്ഥാനത്തിൽ എന്തൊക്കെയായിരുന്നു വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ പ്രശ്നങ്ങളും അതുപോലെ നവോത്ഥാന പ്രവർത്തനങ്ങളും എന്തൊക്കെയായിരുന്നു? തിരുവനന്തപുരം ഊരൂരുട്ടമ്പലം ഗ്രാമത്തിൽ പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ ചേർക്കാൻ അയ്യങ്കാളി കൊണ്ടുവന്നപ്പോൾ സവർണജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂരുട്ടമ്പലം ലഹള 1915. അപ്പോൾ ആ ഒരു ഡേറ്റ്, വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1915 പിന്നെ ആ സംഭവം എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഊരൂരുട്ടമ്പലം സർക്കാർ UP സ്കൂളിൻ്റെ പുതിയ പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെൻറ് UP സ്കൂൾ. അപ്പോൾ അന്നത്തെ ആ ഒരു സ്മരണയ്ക്കായിട്ട് സ്കൂളിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ പേര് ചിലപ്പം ചോദിച്ചേക്കാം. പുതിയൊരു പോയിൻ്റാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അന്നത്തെ ഒരു പ്രധാന മുദ്രാവാക്യമായിരുന്നു ഇത്. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യാൻ ഇറങ്ങില്ല. അങ്ങനെ അടിയാന്മാർ കൃഷി ചെയ്ത് കൊണ്ടുവന്ന ധാന്യമായിരുന്നു മുന്തിയ ജാതിക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ധാന്യം വേണമെങ്കിൽ കീഴാളർ തന്നെ ജോലി ചെയ്യണമെന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രക്രിയ ഞങ്ങൾ നിർത്തും, ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ എന്നാണ് അയ്യങ്കാളി പറഞ്ഞത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് സന്ദേശം നൽകിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അപ്പോൾ ഈ ഒരു പോയിന്റ് ചോദിക്കാറുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യമാണ്. അടുത്തായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെ ഒരു വചനമാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. അപ്പം അന്ധവിശ്വാസങ്ങളൊക്കെ കൂടുന്ന ഒരു സാഹചര്യത്തിലും കൂടിയാണ് ശ്രീനാരായണ ഗുരു ഇത് പറഞ്ഞത്. ഇനി പ്രധാനമായിട്ടും വിദ്യാലയമാണ് ദേവാലയമാകേണ്ടത്. അടുത്തതായിട്ട്
വൈകുണ്ഠസ്വാമികളുടെ ഒരു പോയിൻ്റാണ്. നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠസ്വാമികളാണ്. വയോജന വിദ്യാഭ്യാസം നിശാ പാഠശാലകളിലൂടെ ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറ അച്ഛനാണ് പള്ളിക്കൊരു പള്ളിക്കൂടം. പള്ളിയോട് ചേർന്ന് തന്നെ പള്ളിക്കൂടം പണിയുക എന്ന ഒരു മാതൃകയിൽ വിദ്യാഭ്യാസ കാലത്ത് പുരോഗതി ഉണ്ടാക്കാൻ ചാവറ അച്ഛന് കഴിഞ്ഞു. ചാവറയച്ചനാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. അപ്പോൾ പൊയ്കയിൽ യോഹന്നാനാണ് തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്ക് വേണ്ടി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത്. അറബി ഭാഷയുടെ പ്രചാരണത്തിനും മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കുമായി പ്രവർത്തിക്കുകയും ചെയ്ത നേതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പ്രധാന ആളായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി. എന്തൊക്കെയായിരുന്നു പ്രവർത്തനങ്ങൾ? അറബി ഭാഷയുടെ പ്രചാരണവും അതുപോലെ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിയുമായിരുന്നു. അടുത്തതായിട്ട് ചട്ടമ്പി സ്വാമികളുടെ ഒരു പോയിൻ്റാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. അത് ചട്ടമ്പി സ്വാമികളുടെ ഒരു വചനമായിരുന്നു. ഇത് കഴിഞ്ഞ കൊല്ലം BSc ചോദിച്ചിട്ടുണ്ട്. 2025 ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയായ ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചു. എന്താണ് ജാതിക്കുമ്മിയുടെ പ്രത്യേകത? ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ് ജാതിക്കുമ്മി. അപ്പോൾ ജാതിക്കുമ്മിയുടെ പോയിൻ്റായിട്ടും ചോദിക്കാം, ആരാണ് എഴുതിയതെന്നും ചോദിക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ. അപ്പോൾ കേരളത്തിൽ നിന്ന് 3 വനിതകളാണ് ഉണ്ടായിരുന്നത്. അതിലൊരാളായിരുന്നു ദാക്ഷായണി വേലായുധൻ. അരി മസ്ക്രീനും ദാക്ഷായണി വേലായുധനും അമ്മു സ്വാമിനാഥനുമായിരുന്നു ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 3 വനിതകൾ. അപ്പോൾ അതിലെ ആദ്യത്തെ ദളിത് വനിതയായിട്ടാണ് ദാക്ഷായണി വേലായുധൻ മാറിയത്. അടുത്തതായി ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസിൻ്റെ കുറച്ച് പോയിന്റുകളാണ് പറയുന്നത്. 1886 ജനിച്ചത്. 1976 മരണമടഞ്ഞത്. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദം നേടിയത്. അപ്പോൾ സ്ത്രീകൾ അന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പാർശ്വവൽക്കരണം അനുഭവിച്ചിരുന്നു. അപ്പോൾ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് MBBS എടുത്തത്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി കൂടിയായിരുന്നു ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യത്തെ വനിതാ പ്രതിനിധി ആയിരുന്നു ആര്? മേരി പുന്നൻ ലൂക്കോസ്. അടുത്തതായി EK ജാനകി അമ്മാൾ. അപ്പോൾ അന്നത്തെ കാലത്ത് അത്രയും പഴയ 1800-കളിലൊക്കെ മുന്നോട്ട് വന്ന സ്ത്രീകളുടെ പോയിന്റുകളാണ് ഇവിടെ പറയുന്നത്. EK ജാനകി അമ്മാൾ 1897 to 1984 കാലഘട്ടം. ജനനം തലശ്ശേരിയാണ്, കണ്ണൂർ. ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലാണ് EK ജാനകി അമ്മാൾ. ഇന്ത്യയിലെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞ ആരാണ്? EK ജാനകി അമ്മാളാണ്. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. അപ്പോൾ ഈ പോയിൻ്റൊക്കെ റയറായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, പക്ഷേ SCRT ഉള്ളത് കൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 1977. അപ്പോൾ EK ജാനകി അമ്മാളിനെ കുറിച്ചുള്ള എല്ലാ പോയിന്റുകളും നമുക്ക് വേണമെങ്കിൽ പ്രസ്താവന രീതിയിലൊരു ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞ. ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലാണ്. പിന്നെ കോയമ്പത്തൂർ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിലെ ഒരു സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 1977. അടുത്തതായി റോസമ്മ പുന്നൂസ്. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടേം സ്പീക്കർ റോസമ്മ പുന്നൂസ് ആണ്. 1ാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ വ്യക്തി കൂടിയാണ് റോസമ്മ പുന്നൂസ്. അടുത്തയാൾ നിലമ്പൂർ ആയിഷ. ജനനം 1935, നിലമ്പൂർ, മലപ്പുറം. മുസ്ലിം സമുദായത്തിൽ നിന്ന് നാടകത്തിൽ അഭിനയിച്ച ആദ്യത്തെ വനിതയാണ്
നിലമ്പൂർ ആയിഷ. അപ്പോൾ മുസ്ലിം സ്ത്രീകൾ അന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അങ്ങനെ നാടകത്തിലേക്ക് ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന വനിതയാണ് നിലമ്പൂർ ആയിഷ. ആദ്യ നാടകം ഇജ്ജ് നല്ലൊരു മനുഷ്യനാവാൻ നോക്കൂ, അതാണ് ആദ്യത്തെ നാടകം. 1953 ഈ ഒരു നാടകം ഇറങ്ങിയത്. ആത്മകഥ ജീവിതത്തിൻ്റെ അരങ്ങ്, ഈ ഒരു പോയിന്റ് ചോദിച്ചിട്ടുണ്ട്. ആത്മകഥ ജീവിതത്തിൻ്റെ അരങ്ങാണ്. എസ്.എൽ. പുരം സദാനന്ദൻ പുരസ്കാരം ലഭിച്ചത് 2008. അപ്പോൾ എസ്.എൽ. പുരം സദാനന്ദൻ നമുക്കറിയാം, നാടകത്തിന് അത്രയേറെ സംഭാവനകൾ മലയാളത്തിന് സമ്മാനിച്ച ആളാണ് എസ്.എൽ. പുരം സദാനന്ദൻ. 2008 ഈ ഒരു പുരസ്കാരം നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ചത്. നിലമ്പൂർ ആയിഷയുടെ ചിത്രം ജീവിതം പശ്ചാത്തലമാക്കിയ ആദ്യത്തെ മലയാള ചിത്രമാണ് ആയിഷ. അപ്പോൾ ആയിഷ എന്ന ചിത്രം 2024 തോന്നുന്നു ഇറങ്ങിയത്. ആയിഷ എന്ന ചിത്രത്തിൽ നിലമ്പൂർ ആയിഷയെ വേഷമിട്ടത് മഞ്ജു വാര്യരാണ്. അപ്പോൾ ആ ഒരു പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. നിലമ്പൂർ ആയിഷയുടെ ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന പുസ്തകത്തിൽ നിന്ന് കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല. സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമാണെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത്. നാടകത്തിൻ്റെ ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഒരു കല്ല് വന്ന് എൻ്റെ മുഖത്ത് പതിച്ചു. ഞാൻ പതറിയില്ല. എൻ്റെ വായിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അഭിനയിക്കാൻ അത്രയും വേദനകൾ അഭിനയിക്കാൻ മുന്നോട്ട് വന്നു. എന്നാലും സമൂഹം അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തതായിട്ട് ഇന്ത്യൻ നവോത്ഥാനം. നമ്മൾ കേരളത്തിലെ കുറച്ച് നവോത്ഥാന കാര്യങ്ങളെക്കുറിച്ചും നായകന്മാരെക്കുറിച്ചും അതുപോലെ മുന്നോട്ട് വന്ന സ്ത്രീകളെ പറ്റിയൊക്കെ പറഞ്ഞു. അടുത്തതായിട്ട് ഇന്ത്യൻ നവോത്ഥാനത്തിലെ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. ആദ്യമായിട്ട് ജ്യോതിറാവു ഫുലെ 1827 to 1890. അപ്പോൾ ആദ്യകാലങ്ങളിൽ 800ൻ്റെ ആദ്യകാലങ്ങളിലെ ഒരു പ്രധാന നവോത്ഥാന നായകനായിരുന്നു ജ്യോതിറാവു ഫുലെ. ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ സൂചിപ്പിക്കാൻ ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ജ്യോതിറാവു ഫുലെ. വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ. സ്ത്രീകൾ, ദളിതർ എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി. 1873 പൂനെയിൽ സത്യശോധക സമാജ് എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പോൾ സത്യശോധക സമാജ് ചോദിക്കാറുണ്ട്, ചേരുംപടി ചേർക്കുന്ന കൂട്ടത്തിലൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ 1873 ഒരു സംഘടന രൂപീകരിച്ചത്. ജ്യോതിറാവു ഫുലെയുടെ പ്രസിദ്ധമായ പുസ്തകമാണ് ഗുലാംഗിരി. അപ്പോൾ ഗുലാംഗിരി എഴുതിയത് ആരാണെന്നും ചോദിക്കാറുണ്ട്. ജ്യോതിറാവു ഫുലെയുടെ പത്നിയാണ് സാവിത്രി ഫുലെ. സാവിത്രി ഫുലെ ഒരുപാട് നവോത്ഥാന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. അടുത്ത പോയിന്റ് സാവിത്രിബായി ഫുലെയുടേതാണ്. 1831 to 1897 കാലഘട്ടം. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു. അപ്പോൾ പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച വിദ്യാലയം ഏതാണ്? പൂനെയിലാണ്. അവിടുത്തെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായി ഫൂലെ. സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി മഹിളാ സേവാ മണ്ഡലം സ്ഥാപിച്ചു. മഹിളാ സേവാ മണ്ഡലം സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സാവിത്രിബായി ഫൂലെയാണ്. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചു. അപ്പോൾ നിശാ പാഠശാല കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി സ്ഥാപിച്ചത് സാവിത്രിബായി ഫൂലെ. സാവിത്രിബായി ഫൂലെയുടെ ജന്മദിനമായ ജനുവരി 3 മഹാരാഷ്ട്രയിൽ ബാലികാ ദിനമായി ആഘോഷിക്കുന്നു. 2015 പൂനെ സർവകലാശാലയെ സാവിത്രിബായി ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അപ്പോൾ 2015 ആ ഒരു പേര് മാറ്റിയത്. പൂനെ സർവകലാശാലയെ സാവിത്രിബായി ഫൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. അതുകൂടാതെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ് ജനുവരി 3 മഹാരാഷ്ട്രയിൽ ബാലികാ ദിനമായി ആഘോഷിക്കുന്നു എന്നത്. അടുത്തതായി പണ്ഡിത രമാഭായി 1858 to 1922. 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി 1881 പൂനെയിൽ ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പോൾ വർഷവും ഓർത്ത് വെക്കുക, ആര്യ മഹിളാ സഭ എന്ന ഒരു പോയിന്റും നോട്ട് ചെയ്ത് വെക്കുക. ബാലവിധവകളുടെ പുനരധിവാസത്തിനായി 1889 പൂനെയിൽ മുക്തി മിഷൻ സ്ഥാപിച്ചു. മുക്തി മിഷൻ എന്തിനു വേണ്ടിയുള്ളതാണ്? ബാലവിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടിയായിരുന്നു മുക്തി മിഷൻ. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ പ്രായം വളരെ കൂടിയ ആൾക്കാരുടെ കൂടെ കല്യാണം കഴിച്ചു വിട്ടിരുന്നു. അങ്ങനെ അവർ മരിക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ബാലികമാർ മോചിതരാവുകയും വിധവകളാവുകയും അങ്ങനെ ഒറ്റപ്പെടുകയും ചെയ്തിരുന്നു. അതിൽ നിന്നുള്ളൊരു പുനരധിവാസത്തിനാണ് മുക്തി മിഷൻ സ്ഥാപിച്ചത്. 1889 അത്. വിധവകളുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ചു.
അപ്പോൾ ഇതൊക്കെയാണ് പണ്ഡിത രമാബായിയുടെ പോയിന്റുകൾ. അടുത്തതായി ഇ വി രാമസ്വാമി നായ്ക്കർ 1879 ടു 1973. ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, പെരിയോർ, വൈക്കം ഹീറോ എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ വൈക്കം ഹീറോ അറിയപ്പെടാൻ കാരണം വൈക്കം സത്യാഗ്രഹത്തിൽ പ്രധാന പങ്കാളിയായത് ഇ വി രാമസ്വാമി നായ്ക്കരായിരുന്നു. അപ്പോൾ ഈ 3 പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, പെരിയോർ, വൈക്കം ഹീറോ. 1926 സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചു. ബ്രാഹ്മണ ആധിപത്യത്തിലൂന്നിയ സാമൂഹ്യ വിവേചനത്തിനെതിരെ പ്രവർത്തിച്ചു. യുക്തിവാദം, ആത്മാഭിമാനം, സ്ത്രീകളുടെ അവകാശങ്ങൾ, ജാതി ഉന്മൂലനം എന്നീ തത്വങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി. 2021 മുതൽ തമിഴ്നാട് സർക്കാർ ഇ വി രാമസ്വാമി നായ്ക്കരുടെ ജന്മദിനം സാമൂഹ്യനീതി ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇനി മുമ്പ് ചോദിച്ചിട്ടുണ്ട്. സാമൂഹ്യനീതി ദിനമായിട്ട് ഇ വി രാമസ്വാമി നായ്ക്കരുടെ ജന്മദിനം ആഘോഷിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വർഷവും നോട്ട് ചെയ്ത് വെക്കാം, 2021 മുതലാണ്. അടുത്തതായി ഗോത്ര സംസ്കാരം. പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലയിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുകയും സ്വന്തമായി അറിവുകൾ നിർമ്മിച്ച് അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്ന തനത് ജീവിത രീതിയും കലയും സാംസ്കാരിക മൂല്യങ്ങളുമുള്ള വിഭാഗമാണ് ഗോത്ര ജനത. അപ്പം ഗോത്ര ജനതയുടെ ഒരു ഡെഫിനേഷൻ അവിടെ പറഞ്ഞു വെച്ചു. ഗോത്ര വിഭാഗത്തിൻ്റെ പ്രത്യേക നെൽകൃഷി രീതിയാണ് നാട്ടിപ്പണി. നമ്മുടെ നാട്ടിലൊക്കെ നെല്ല് നാട്ടി വെക്കാറുണ്ട്. അപ്പോൾ അതിന് ഗോത്ര ജനതയാണ് നാട്ടി വെക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവരുടെ പ്രത്യേക നെൽകൃഷി രീതിയാണ് നാട്ടിപ്പണി. ഗോത്ര ജനത ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് പെറെ, തുടി, ദവിൽ. അപ്പോൾ ആ ഒരു പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. തുടി, പെറെ, ദവിൽ എന്നാണ് അവരുടെ വാദ്യോപകരണങ്ങളുടെ പേര്. അടുത്തതായിട്ടൊരു നരവംശ ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് പറയുന്നത്. ബ്രിട്ടീഷുകാരനായ വെറിയർ എൽവിൻ ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിൽ സ്വാധീനം ചെലുത്തുകയും ഇന്ത്യൻ നരവംശ ശാസ്ത്രത്തിൽ സംഭാവനകൾ നൽകുകയും ചെയ്ത ബ്രിട്ടീഷ് വംശജനാണ് ഈ വെറിയർ എൽവിൻ എന്നത്. അപ്പം വെറിയർ എൽവിൻ്റെ കാലഘട്ടം അവിടെ പറഞ്ഞിട്ടുണ്ട്. 1902 ടു 1964. പുസ്തകങ്ങൾ 2 കൊടുത്തിട്ടുണ്ട്. ദ റിലീജിയൻ ഓഫ് ആൻ ഇന്ത്യൻ ട്രൈബ്, ദ ഫിഷർ ഗേൾ ആൻഡ് ദി ക്രാബ്. അപ്പം ഈ 2 പുസ്തകങ്ങളും ചോദിച്ചേക്കാം. വെറിയർ എൽവിൻ്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഈ പേര് നൽകിയിട്ട് ആരാണ് ഈ ഒരു കൃതികൾ എഴുതിയത്. ദ റിലീജിയൻ ഓഫ് ആൻ ഇന്ത്യൻ ട്രൈബും ദ ഫിഷർ ഗേൾ ആൻഡ് ദി ക്രാബും. കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി സിവിൽ സർവീസ് നേടിയ വ്യക്തിയാണ് ശ്രീധന്യ സുരേഷ്. അപ്പോൾ ശ്രീധന്യ സുരേഷ് നമ്മൾ കറണ്ട് അഫയേഴ്സിലൊക്കെ 2-3 വർഷം മുന്നേ കണ്ടിരുന്നു. കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് സിവിൽ സർവീസ് നേടിയ വ്യക്തിയാണ്. കേരളത്തിലെ ആദിവാസികളിൽ കുറിച്യ സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് ശ്രീധന്യ. അടുത്തതായിട്ട് ഡോക്ടർ എ അയ്യപ്പൻ്റെ പോയിന്റുകളാണ് പറയുന്നത്. 1905 ടു 1988 കാലഘട്ടം. ജനനം തൃശ്ശൂരിലെ പവറട്ടിയിലാണ്. 1905 ഫെബ്രുവരി 5 ജനിച്ചത്. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച നരവംശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ അയ്യപ്പൻ. അപ്പോൾ എ അയ്യപ്പനെ കുറിച്ചുള്ള പോയിന്റുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ജനന സ്ഥലം കൊടുക്കാം. കഴിഞ്ഞ് അതിന് താഴേക്ക് ഇമ്പോർട്ടൻ്റ് ആയ പ്രസ്താവനകൾ കൊടുത്തേക്കാം. എന്നിട്ട് ഏതൊക്കെയാണ് ശരി എന്ന രീതിയിൽ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്ത പോയിന്റ്, 1927 മദ്രാസ് സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദം നേടി. ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്ന് മലിനോവ്സ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിൻ്റെയും കീഴിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കി. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെക്കുറിച്ച് പഠനം നടത്തി. ഒഡീഷയിലെ ട്രൈബൽ റിസർച്ച് ബ്യൂറോയുടെ സ്ഥാപകനാണ്. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം റെയർ ആയിട്ടുള്ള പോയിൻറ്റ്സാണ്. അപ്പോൾ പുതിയൊരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ താല്പര്യം ബേസിക് ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യം ഇടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒഡീഷയിലെ ട്രൈബൽ റിസർച്ച് ബ്യൂറോ സ്ഥാപിച്ചത് ഡോക്ടർ എ അയ്യപ്പനാണ്. അടുത്തതായിട്ട് നഞ്ചിയമ്മയുടെ പോയിന്റുകൾ നോക്കാം. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ആദിവാസി ഗ്രാമമായ നക്കുപതിയിലെ ഇരുള സമുദായത്തിൽ ജനനം. അപ്പോൾ നക്കുപതിയാണ് അവരുടെ ഗ്രാമം, ഇരുള സമുദായമാണ് സമുദായം. ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിക്കുന്ന ഗോത്രവിഭാഗത്തിലെ ആദ്യത്തെ വ്യക്തിയാണ്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വർഷം 2020. ഇപ്പോൾ 2020
പുരസ്കാരം ലഭിച്ചത്. നഞ്ചിയമ്മയ്ക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ഗാനം നമുക്കറിയാം. അയ്യപ്പനും കോശി എന്ന ചിത്രത്തിലെ കളക്കാത്ത സിന്ദനമേറെ വെകുവോക പൂവിറുക്കോ, അതാണ് ആ ഒരു പാട്ടാണ് നഞ്ചിയമ്മയ്ക്ക് പുരസ്കാരം ലഭിച്ച പാട്ട്. അടുത്തതായിട്ട് ന്യൂനപക്ഷം അഥവാ മൈനോറിറ്റിയുടെ ഒരു ഡെഫിനേഷനാണ് അവിടെ പറയുന്നത്. ആകെയുള്ള ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ന്യൂനപക്ഷം അഥവാ മൈനോറിറ്റി. അടുത്തതായി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം 2019 നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019. ജനന സമയത്ത് ഒരു വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തിയാണ് ട്രാൻസ്ജെൻഡർ. അപ്പോൾ ലിംഗപദവിയുമായിട്ട് പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് ട്രാൻസ്ജെൻഡറിൻ്റെ ഡെഫിനിഷൻ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ട്രാൻസ് സ്ത്രീയും ട്രാൻസ് പുരുഷനും ഉൾപ്പെടുന്നു. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശങ്ങൾ, ക്ഷേമം തുടങ്ങിയവ സംരക്ഷിക്കുന്നതിന് ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019. TPPR ആക്ട് 2019 എന്നും പറയാറുണ്ട്. അപ്പോൾ TPPR ആക്ട് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റണം. TPPR എന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സംരക്ഷണത്തിനുള്ള അവകാശ നിയമമാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ചിലപ്പോൾ ഷോർട്ടായിട്ടും കൊടുത്തേക്കാം. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചത് തവർചന്ദ് ഗെഹ്ലോട്ടാണ്. 2019 ജൂലൈ 19 തവർചന്ദ് ഗെഹ്ലോട്ട് ഈ ഒരു നിയമം ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ആ ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്, വ്യക്തിയും ഓർത്തു വയ്ക്കുക. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം ലോക്സഭ പാസ്സാക്കിയ വർഷം 2019 ഓഗസ്റ്റ് 5. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം രാജ്യസഭ പാസ്സാക്കിയത് 2019 നവംബർ 26. അപ്പോൾ 2 ഡേറ്റുകളും ഓർത്തു വയ്ക്കുക. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമത്തിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2019 ഡിസംബർ 5. അന്ന് രാംനാഥ് കോവിന്ദ് ആയിരുന്നു രാഷ്ട്രപതി. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10. 2020 ജനുവരി 10 നിലവിൽ വന്നു. 2019 ഡിസംബർ 5 രാഷ്ട്രപതി അംഗീകാരം നൽകി. അടുത്തതായി ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. ശാരീരിക സവിശേഷതകൾ മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗമാണ് ഭിന്നശേഷിക്കാർ. അപ്പോൾ ഭിന്നശേഷിക്കാർ അഥവാ ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിൾസിൻ്റെ ഡെഫിനേഷൻ അവിടെ കൊടുത്തു. ശാരീരിക സവിശേഷതകൾ മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നു. ഭിന്നശേഷിക്കാർക്ക് തുല്യവും വിവേചനരഹിതവുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്താൻ നിലവിൽ വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016. അപ്പോൾ വർഷവും ഓർത്തു വയ്ക്കുക, നിയമത്തിൻ്റെ പേരും ഓർത്തു വയ്ക്കുക. 2016. 1995 ഭിന്നശേഷി നിയമത്തിന് പകരമായാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 നിലവിൽ വന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ഭിന്നശേഷി നിയമം ഏത് വർഷമാണെന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. 1995. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 പാർലമെൻറ്റ് പാസ്സാക്കാൻ കാരണമായ ഐക്യരാഷ്ട്രസഭയുടെ ഭിന്നശേഷിക്കാരുടെ ഐക്യരാഷ്ട്ര കൺവെൻഷൻ നടന്ന വർഷം 2006. അപ്പോൾ 2006 ഈ ഒരു കൺവെൻഷൻ, UN-ൻ്റെ കൺവെൻഷൻ നടന്നു. അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞാണ് നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റ് ഈ ഒരു നിയമം പാസ്സാക്കിയത്. അംഗപരിമിതികളുടെ പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിനായി സംസ്ഥാന അംഗപരിമിതികളുടെ കമ്മീഷണറെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചോദ്യം വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അംഗപരിമിതരുടെ പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിനായിട്ട് ആരാണ് നിയമിക്കപ്പെട്ടിട്ടുള്ളത്? സംസ്ഥാന അംഗപരിമിതരുടെ കമ്മീഷണർ ഉണ്ട്. ഈ ആക്ടിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നത് 10,000 മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള പിഴ ചുമത്താവുന്ന കുറ്റമാണ്. അപ്പോൾ ആ ഒരു റേഞ്ച് 10,000 to 5 ലക്ഷം റേഞ്ചും നോട്ട് ചെയ്ത് വെക്കുക. ഭിന്നശേഷിക്കാരുടെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതിന് 2 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. അപ്പോൾ സ്കൂളുകളിലെ ഭിന്നശേഷി നിയമനം, അതുപോലെ മറ്റ് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ മറ്റുള്ളവർ വ്യാജ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കി തട്ടിയെടുക്കുകയാണെങ്കിൽ 2 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കും. ഭിന്നശേഷിക്കാരെ പൊതുജനമധ്യത്തിൽ അവഹേളിക്കുക, സഹായ ഉപകരണങ്ങൾ നശിപ്പിക്കുക, ഭക്ഷണം നൽകാതിരിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്ക് 6 മാസം മുതൽ 5 വർഷം വരെ തടവും പിഴയും ശിക്ഷയായി ലഭിക്കാം. അപ്പോൾ
ഈ ശിക്ഷകളും ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാസം മുതൽ 5 വർഷം വരെ തടവും പിഴയുമാണ് അവരെ ഉപദ്രവിക്കാനോ അവരെ അവഹേളിക്കാനോ നോക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ. അടുത്തതായിട്ട് പാരാലിമ്പിക്സ് ഭിന്നശേഷിയുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി 4 വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന ഒളിമ്പിക്സാണ്. ഗെയിംസ് ഓഫ് ദി പാരാലിമ്പ്യാഡ് എന്നും അറിയപ്പെടുന്നു. സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് ആണ് പാരാലിമ്പിക്സ് ആയത്. അപ്പോൾ പാരാലിമ്പിക്സിൻ്റെ പഴയ പേരാണ് സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ്. ആരംഭിച്ച വർഷം 1948. ആദ്യത്തെ പാരാലിമ്പിക്സ് 1960 നടന്നത് റോം, ഇറ്റലിയിലാണ്. 23 രാജ്യങ്ങൾ പങ്കെടുത്തു. അപ്പോൾ പാരാലിമ്പിക്സിനെ കുറിച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 48 ആരംഭിച്ചു, പക്ഷേ ആദ്യത്തെ പാരാലിമ്പിക്സ് നടന്നത് 1960 ഒഫീഷ്യലായിട്ട് നടന്നത്. ഇറ്റലിയിലെ റോമിലാണ് നടന്നത്. 23 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. പാരാലിമ്പിക്സിൻ്റെ പിതാവ് സർ ലുഡ്വിഗ് ഗുഡ്മാൻ. അപ്പോൾ ഇതും ഈ ഒരു പോയിന്റും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിതാവ് ആരാണ്? സർ ലുഡ്വിഗ് ഗുഡ്മാൻ ആണ്. ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത പാരാലിമ്പിക്സ് ആണ് 1968 ടെൽ അവീവ്. ഇസ്രായേലിൽ നടന്ന ആദ്യമായിട്ട് ഇന്ത്യ പങ്കെടുത്ത പാരാലിമ്പിക്സ് ആണ് ഇസ്രായേലിൽ നടന്ന 1968 പാരാലിമ്പിക്സ്. പാരാലിമ്പിക്സിന് വേദിയായ ആദ്യത്തെ ഏഷ്യൻ രാജ്യമാണ് ജപ്പാൻ. 1964 ഈ ഒരു പാരാലിമ്പിക്സ്. പാരാലിമ്പിക്സിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ ലഭിച്ച ഇന്ത്യക്കാരനാണ് മുരളീകാന്ത് പേട്കർ. 1972 മുരളീകാന്ത് പേട്കറിനാണ് 72 പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ലഭിച്ചത്. പാരാലിമ്പിക്സിൽ ആദ്യമായി 2 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരനാണ് ദേവേന്ദ്ര ജജാരിയാണ് 2 സ്വർണ്ണ മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യക്കാരൻ. ജാവലിൻ ത്രോയാണ് കായിക ഇനം. ദേവേന്ദ്ര ജജാരിയ. വിവേചനം തടയാൻ ഭരണഘടന. അപ്പോൾ ഭരണഘടനയിൽ വിവേചനം തടയാനായിട്ട് തയ്യാറാക്കി വച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളാണ് പറയുന്നത്. ആദ്യമായിട്ട് ആർട്ടിക്കിൾ 14. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്നതിനായി ഭരണഘടനാ അനുച്ഛേദം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് അനുശാസിക്കുന്നു. അടുത്തതായിട്ട് 15. മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 15. സ്ത്രീകൾക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം 15 അപ്പോൾ ലിംഗഭേദം പാടില്ല എന്ന് 15 പറഞ്ഞു. അതിൻ്റെ വേറൊരു തലമാണ് സ്ത്രീകൾക്കും പുരുഷനും തുല്യത ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ 15. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 16. അപ്പോൾ നിയമനങ്ങളിലൊക്കെ അവസര സമത്വം അനുച്ഛേദം 16 പറയുന്നത്. അപ്പോൾ EWSൻ്റെ ഭേദഗതി വന്നപ്പം ആർട്ടിക്കിൾ 16 മാറ്റങ്ങൾ വരുത്തിയത്. ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവയെ നിരോധിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 17. മഹാത്മാഗാന്ധി കീ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പാണ് അനുച്ഛേദം 17. അടുത്തതായിട്ട് അനുച്ഛേദം 18. പദവി നാമങ്ങൾ, അക്കാദമിക്, മിലിറ്ററി ഒഴികെയുള്ള പദവി നാമങ്ങൾ നിർത്തലാക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 18. ഭരണഘടന വിവേചനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടാണ് വിവേചനങ്ങളെ നിരോധിക്കാനുള്ള കാരണങ്ങൾ? വിവേചനങ്ങൾ സാമൂഹിക പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു, സാമ്പത്തിക അസമത്വം സൃഷ്ടിക്കുന്നു, സുരക്ഷിതമായ ഭൗതിക സാഹചര്യങ്ങൾ നിഷേധിക്കുന്നു, ദുർബല വിഭാഗങ്ങൾക്ക് നേരെയുള്ള ചൂഷണങ്ങൾ വർദ്ധിക്കുന്നു, ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ പ്രതിഭകളുടെ സേവനങ്ങൾ നഷ്ടമാകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഭരണഘടന വിവേചനങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള കാരണങ്ങൾ. അടുത്തതായിട്ട് ഡോക്ടർ BR അംബേദ്കറിൻ്റെ കുറച്ച് പോയിന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ ജനിച്ചത് 1891. 1956 മരണമടഞ്ഞു. ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന സമയത്താണ്, റിപ്പബ്ലിക്കല്ല 1956 മരണമടഞ്ഞത്. BR അംബേദ്കറിൻ്റെ കുറച്ച് പോയിന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ നിയമങ്ങളുടെ ദാതാവായതുകൊണ്ട് തന്നെ ആധുനിക മനു എന്നും ആധുനിക ബുദ്ധൻ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയാണ്. 1991 ഏപ്രിൽ 14 മധ്യപ്രദേശിലെ മോവ് എന്ന ഗ്രാമത്തിൽ ജനിച്ചു. അപ്പം ജനിച്ച സ്ഥലം നോട്ട് ചെയ്ത് വെക്കുക, അതുപോലെ വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏപ്രിൽ 14 നമ്മൾ ദേശീയ ജലദിനമായിട്ട് ആചരിക്കുന്നു. അംബേദ്കറിൻ്റെ ജന്മദിനം കൂടിയാണ്. 1891 വർഷം. മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകി. ദളിതരുടെ സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു.
അയിത്തജാതിക്കാരുടെ നിയമസഭാ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച തർക്കത്തിൻ്റെ ഒത്തുതീർപ്പായ പൂന കരാറിൽ ഒപ്പിട്ടു. അപ്പം ഗാന്ധിജിയും അംബേദ്കറും ചേർന്നാണ് പൂന കരാറിൽ ഒപ്പിട്ടത്. 1932 പൂന കരാർ. പൂന കരാറിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. 32 വർഷം ചോദിക്കാറുണ്ട്. അതുപോലെ ആരൊക്കെയാണ് പൂന കരാറിൽ ഒപ്പിട്ടതെന്നും ചോദിക്കാറുണ്ട്. അത് അയിത്തജാതിക്കാരുടെ നിയമസഭാ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച തർക്കത്തിൻ്റെ ഒത്തുതീർപ്പായിരുന്നു. അയിത്തജാതിക്കാർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങളും പ്രതിനിധികളും വേണമെന്നായിരുന്നു BR അംബേദ്കർ വാദിച്ചത്. ദളിത് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങളാണ് മൂക് നായക്, ബഹിഷ്കൃത ഭാരത്, സമത്വ ജനത. അപ്പോൾ ഈ 3 പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അംബേദ്കർ ആരംഭിച്ച പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് കൂട്ടത്തിൽപ്പെടാത്തതെന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അംബേദ്കർ സ്ഥാപിച്ച സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ. ബഹിഷ്കൃത ഹിതകാരിണി സഭ ഹിന്ദുമതം ഉപേക്ഷിച്ച് ദളിത് ബുദ്ധമത പ്രസ്ഥാനത്തിന് പ്രചോദനം നൽകി. അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ച വർഷമാണ് 1956. അപ്പോൾ ഹിന്ദുമതത്തിൽ അത്രയും പ്രശ്നങ്ങൾ അംബേദ്കർ നേരിട്ടിരുന്നു. ഞാനൊരു ഹിന്ദുവായി ജനിച്ചു, പക്ഷേ ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച ആളായിരുന്നു അംബേദ്കർ. 1956 ബുദ്ധമതം സ്വീകരിച്ചത്. തൊട്ടുകൂടായ്മയെ ന്യായീകരിക്കുന്നതിനാൽ മനുസ്മൃതിയുടെ പകർപ്പുകൾ കത്തിക്കാൻ 1927 ഡിസംബർ 25 നേതൃത്വം നൽകി. മനുസ്മൃതിയുടെ പകർപ്പുകൾ കത്തിച്ചത് 1927 ഡിസംബർ 25 അന്ന് നേതൃത്വം നൽകിയത് അംബേദ്കർ ആയിരുന്നു. ഡിസംബർ 25 മനുസ്മൃതി ദഹൻ ദിനമായി അംബേദ്കറിസ്റ്റുകളും ദളിതരും ആഘോഷിക്കുന്നു. അപ്പോൾ മനുസ്മൃതി ദഹൻ ദിനം എന്നാണ്. ഡിസംബർ 25 ക്രിസ്മസിൻ്റെ അന്നാണ്. അംബേദ്കറിൻ്റെ പ്രധാന കൃതികൾ വെയിറ്റിംഗ് ഫോർ എ വിസ ആത്മകഥയാണ്. അപ്പം അംബേദ്കറിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഈ ഒരു ഇന്ത്യ രാജ്യത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അത്രമേൽ ഹിന്ദുമതത്തിൽ നിന്നും ഒരുപാട് വിവേചനങ്ങൾ നേരിട്ട ഒരാളായിരുന്നു അംബേദ്കർ. പഠിക്കാനൊക്കെ ആയിട്ട് കൂടുതലും അദ്ദേഹം വിദേശത്ത് തന്നെയാണ് ചെലവഴിച്ചത്. അപ്പോൾ വെയിറ്റിംഗ് ഫോർ എ വിസ എന്നൊരു ആത്മകഥയിൽ അത് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയിൽ നിൽക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അംബേദ്കർ. ദ അൺടച്ചബിൾസ് അതും ഒരു കൃതിയാണ്. പിന്നെ ബുദ്ധ ഓർ കാൾമാക്സ്, ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ, ഹു വെയർ ശൂദ്രാസ്, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. അപ്പോൾ ഈ കൃതികളെല്ലാം തന്നെ PSC ഇതിനു മുമ്പ് ചോദിച്ചിരിക്കുന്ന പോയിന്റുകളാണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയ കൃതികളാണ്. എല്ലാ ആത്മകഥയിലും എല്ലാ കൃതികളിലും ആ ഒരു പേരിൽ നമുക്ക് ഒരു സവിശേഷത കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഹു വെയർ ശൂദ്രാസ്, പിന്നെ ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, എല്ലാത്തിലും ആ അർത്ഥം വെച്ച് നോക്കിയാൽ നമുക്ക് BR അംബേദ്കറിനെ കണക്ട് ചെയ്യാൻ പറ്റും. അംബേദ്കർ മരിച്ചത് 1956 ഡിസംബർ 6 മഹാപരിനിർവാൺ ദിവസമാണ്. ഡിസംബർ 6 പരിനിർവാൺ ദിവസം ചോദിക്കാറുണ്ട്. 1990 മരണാനന്തരം ഭാരതരത്ന പുരസ്കാരം നൽകി രാഷ്ട്രം ആദരിച്ചു. അപ്പോൾ ഭാരതരത്ന ലഭിച്ച വർഷം നോട്ട് ചെയ്ത് വെക്കുക, 1990. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിവേചനങ്ങൾക്കെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകന്മാരെ പറ്റിയുള്ള ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. ഇതിനു മുമ്പ് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ട് പോയിൻറ്റുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എല്ലാവരും പഠിക്കുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.